ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെന്താണെന്ന് വിചാരിക്കൂലേ, ഞങ്ങൾ KSRTC ബജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിന് പോയിരുന്നു കേട്ടോ. നമ്മൾ പോയത് സൈലൻറ്റ് വാലിക്കാണ്. രാവിലെ 6 മണിക്ക് പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു. തമ്മിൽ പരിചയപ്പെടലും തമാശയും കളിയും ചിരിയുമായിട്ട് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ ആയതുകൊണ്ട് ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ ദൂരം പോയപ്പോൾ അവർ ഒരു സ്ഥലത്ത് എത്തിയിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ ഇറങ്ങിക്കോളൂ, ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തോളൂ പറഞ്ഞു. അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ വണ്ടി നിൽക്കുക. അവിടെ നിന്ന് വേറെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതാണ് മുക്കാലി. ഇവിടെ നിന്നാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. പുട്ടും കടലയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഈ ജീപ്പ് കണ്ടു, ഈ ജീപ്പിലാണ് ഇനി നമ്മൾ യാത്ര തുടരുക. 6 പേർക്ക് ഇരുന്ന് പോവാവുന്ന ജീപ്പാണ് കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞങ്ങളുടെ ജീപ്പ് ഡ്രൈവർ പ്ലസ് ഗൈഡ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു കേട്ടോ. ഇനി മൂപ്പര് പറയണത് കേൾക്കുമായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ജീപ്പിൽ കയറി യാത്ര പോവുകയാണേ. സേഫായി കൊണ്ടുവരാം. അതിനൊരു ട്രിപ്പിന് 4 മണിക്കൂറാണ്. നമുക്കിനി വേണമെങ്കിൽ സെക്കൻഡ് ട്രിപ്പ് എടുക്കാൻ പോയ ആളുണ്ടെങ്കിൽ. ₹1200 ഞങ്ങൾക്ക് ഒരു ട്രിപ്പിന് വാടക തരുന്നത്. സാർ ക്യാമറ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചോട്ടാ. ഒരു സാധനം കാണും, 5 കളറുള്ള ഒരു മരം കാണാം. റോസ്, ചുവപ്പ്, മഞ്ഞ, ഇളംപച്ച, കടുംപച്ച. അത് പൂവെന്നാണ് അതിന്റെ പേര്. പൂവം, കാട്ടുപൂവം. പൂ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് പൂവെന്ന് പറയുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ അത് പൂവെന്ന് തോന്നുന്നു. ഇനി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പച്ചയാണ്. ഇപ്പൊ നമ്മളാ വാച്ച് ടവറിൽ കയറി. ഇവിടെയാണ് നമ്മൾ വീണ്ടും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വന്നു. നല്ല സൂപ്പർ ഊണായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു. വണ്ടി അറിയുന്നുണ്ട്, നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം. 550 മീറ്റർ എന്നാണ് നമ്മൾ ഈ വാഹനം എടുത്തത് സീ ലെവലിൽ നിന്ന്. ഇപ്പം നമ്മൾ ചെന്ന് നിൽക്കുന്ന 1100 മീറ്ററിലാണ്. അപ്പോൾ ഇരട്ടിയായി. ഈ ഇപ്പുറത്തെ ഭാഗം കാണാത്തോണ്ട് അറിയില്ല 1200 മീറ്റർ ആവാം. വേറെ ഇപ്പുറത്തൊരു താഴ്വര കാണുമെങ്കിൽ അറിയായിരുന്നു. അതിന്റെ ഫീൽ ചെയ്യില്ല. വണ്ടി അറിഞ്ഞു, നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രമാണ്. അതിപ്പോൾ വയനാട്ടിലെ അവസ്ഥ തന്നെയാണ്. ടോപ്പിലെത്തി കഴിഞ്ഞാൽ വെറും സാധാരണ സ്ഥലമായിട്ട് തോന്നും. വഴിക്ക് നമുക്ക് ടവർ കയറൽ എന്തായാലും നടക്കില്ല. കാരണം ആ ബസ് പോകുമ്പോൾ പിള്ളേരൊക്കെ കയറി ഇറങ്ങണം. ഒരു സമയത്ത് 12 പേർക്ക് കയറി ഇറങ്ങാൻ പറ്റും. അപ്പോൾ അവരാണ് കയറി ഇറങ്ങിക്കോട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് നടന്നിട്ട് ടീ ഷോപ്പ് ഒരു 100 മീറ്റർ താഴെയാണ്. അവിടെ പോയി ഒരു ചായയും കുടിച്ച് കയറി വന്ന് നമുക്ക് ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം പോകുന്ന വഴിക്ക് വേണമെങ്കിൽ കാണാം. കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. സർക്കാർ ഇതാണ് ബൗണ്ടറി കേട്ടോ. സൈലന്റ് വാലിയുടെ ബൗണ്ടറിയാണത്. അപ്പോൾ അതിനൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ ഈ വാഹനം നിൽക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ മഴ പെയ്യുകയോ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകുന്ന വെള്ളം ഇങ്ങോട്ട് കയറി വരില്ല. അങ്ങോട്ട് ചെരുവായില്ലേ, അത് കുന്തിപ്പുഴ, തൂതപ്പുഴ, ഭാരതപ്പുഴ, പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അറബിക്കടലിലേക്ക് പോകും. ഇങ്ങോട്ട് പോകുന്ന വെള്ളം ഒരിക്കലും വെള്ളം ഇങ്ങോട്ട് കയറി വരില്ല. ഇത് ഭവാനി സാഗർ, കാവേരി, ചീർക്കാഴി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബേ ഓഫ് ബംഗാൾ. ഈ ഡ്രെയിനേജിൽ വരുന്ന വെള്ളം ബേ ഓഫ് ബംഗാളിലേക്ക്, ഈ ഡ്രെയിനേജിൽ വരുന്ന വെള്ളം അറബിക്കടലിലേക്ക്. ഒരു സ്പോട്ടിൽ നിന്നാണ് 2 കടലിലേക്ക് വെള്ളം സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാട് ഇവിടെ വരെ സംരക്ഷിച്ച് നിർത്തിയെങ്കിൽ ഇവിടെ മഴ പെയ്യും. ഇവിടെ മഴ പെയ്താലേ ഭവാനിപ്പുഴയിൽ വെള്ളമുള്ളൂ. ഭവാനിപ്പുഴയിലും ചെറുവാണിപ്പുഴയിലും വെള്ളം ഉണ്ടെങ്കിൽ അട്ടപ്പാടിക്കും കോയമ്പത്തൂര്, തിരുപ്പൂര്, ഈറോഡ് എന്നീ 3 ജില്ലകൾക്കും കുടിവെള്ളമുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വരദാണ്. ഇതാ കയറ്റം കയറി കഴിഞ്ഞു, വണ്ടി ഇപ്പോൾ ടോപ്പിലെത്തി. വണ്ടി ഒന്ന് നെടുവീർപ്പെടുക്കും, വണ്ടിക്ക് സുഖമായി. ഇനി ഇറക്കാം. ആ വണ്ടി നിൽക്കുന്നിടത്താണ് ഇതിൻ്റെ പ്രവേശന കവാടം നിൽക്കുന്നത്. അവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇനി നമ്മൾ വനഹൃദയത്തിലേക്ക് കയറുകയാണ്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനത്തിൻ്റെ കാതൽ ഭൂമിയിലേക്ക് നമ്മൾ ഇനി കയറാൻ പോകും.
ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. അതാ സിംഹവാലം കുരം കൂട്ടാ, അതായിരിക്കും, അതാ ഇറങ്ങിക്കോളും. അതാ സാറേ സിംഹവാലം കുരം. സൈലൻറ്റ് വാലി എന്ന് പേര് വരാനുള്ള കാരണം ചീവീടിൻ്റെ സൗണ്ട് പോലും ഇല്ല എന്നാണ് പറയുന്നത്. അത്ര നിശബ്ദമായിരിക്കും എന്നാണ് പറയണത്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളൊരു പ്രായമുള്ള ഒരു എന്താ പറയുക പ്ലാവിനെ കാണാം കേട്ടോ. ഇതാണ് ആ മരം. ഒരുപാട് 100-200 കൊല്ലം പഴക്കമുണ്ടെന്നാണ് പറയണത്. ഇതിൻ്റെ ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന പ്ലാവിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ആനയ്ക്ക് എത്രത്തോളം ചക്ക പറിക്കാൻ പറ്റും അത്രത്തോളം ആന പറിച്ച് കഴിക്കും. ബാക്കിയൊക്കെ അവിടുത്തെ കുരങ്ങിനും പക്ഷികൾക്കും ഒക്കെ ഉള്ളതാണ് അത്രേ. ഇതാണ് വാച്ച് ടവർ. ഇവിടെയാണ് നമ്മളിനി കയറാൻ പോകുന്നത്. മെല്ലെ 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 കയറണം. അതുപോലെ ബാക്കിലേക്കായിട്ടാണ് ഇറങ്ങേണ്ടത്, അല്ലെങ്കിൽ ചെരിഞ്ഞ് ഇറങ്ങണം. നമ്മൾ ശരിക്കും ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. കണ്ടു, നല്ല അസൽ വ്യൂ ആണ്. നമ്മൾ പിന്നെ ഇവിടുന്ന് അങ്ങനെ പോയത് കാഞ്ഞിരപ്പുഴ ഡാം ആൻഡ് പാർക്കിലേക്കാണ്. നല്ല വെയിലായിരുന്നു, നല്ല ഉച്ച വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരപ്പുഴ ഡാം കാണാനായിട്ട് പോയി. ഇതിപ്പോൾ ആ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് കേട്ടോ കാണുന്നത്. നല്ലതായിരുന്നു. നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് വെയിലൊട്ടും തോന്നിയില്ല കേട്ടോ. കാരണം ഒരു തണുപ്പുണ്ടായിരുന്നു മുകളിൽ. ഇവിടെ നിന്നാൽ മാത്രമേ നമുക്ക് ഫോണിന് റേഞ്ച് കിട്ടുള്ളൂ. ഈ ടവറിൻ്റെ താഴത്ത് നിന്നാലും കിട്ടും, മുകളിൽ കയറി നല്ലോണം കിട്ടും. അല്ലാതെ വേറെ എവിടെ നിന്ന് നമുക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. അത് അവരെ പറയും, നിങ്ങൾ വീട്ടിലേക്ക് വിളിക്കണമെന്നെങ്കിലോ ആരെങ്കിലും വിളിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചോളൂ എന്ന് അവർ ബസ്സിൽ വരുമ്പോഴേ പറയാറുണ്ട്. ഇതാണ് കാഞ്ഞിരപ്പുഴ ഡാം. എന്തൊരു വെയിലായിരുന്നു. പിന്നെ ഒരു പാർക്കും കണ്ടു. പാർക്കിൽ നിന്നൊന്നും നമ്മൾ എടുത്തില്ല കേട്ടോ, ഫോട്ടോസൊന്നും എടുത്തില്ല. നല്ലോണം ക്ഷീണിച്ച് പോയി അപ്പോഴേക്കൊക്കെ. പിന്നെ നമ്മളെ ഗൈഡിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഫോട്ടോസ്, അതായത് സൈലൻറ്റ് വാലിയിൽ കാണുന്ന കുറച്ച് മൃഗങ്ങളുടെ ഫോട്ടോസ് മൂപ്പര് തന്നിരുന്നു. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സിംഹവാല കുരങ്ങനെയൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണാം, പക്ഷെ നമുക്ക് സൂം ചെയ്ത് എടുക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോഴേക്കത് വേറൊരു മരത്തിലേക്ക് ചാടും. അങ്ങനെയായിരുന്നു. കണ്ടോ, ഇതൊക്കെ അവിടുത്തെ മൃഗങ്ങളാണത്രേ. പക്ഷെ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ ഇവരൊക്കെ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു ട്രിപ്പും കഴിഞ്ഞ് വന്നു. അസല് ട്രിപ്പായിരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.